സാജിദ് യാഹിയ, സുഹൈൽ കോയ എന്നിവർ ചേർന്ന് എഴുതി സാഹിദ് യാഹിയ തന്നെ ഡയറക്റ്റ് ചെയ്ത ചിത്രമാണ് ഖൽബ്. ചിത്രത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഖൽബ്, 7 സ്റ്റേജസ് ഓഫ് ലവ്, അതാണ് സിനിമ. ചിത്രത്തെപ്പറ്റി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ചിത്രം ഒരു മ്യൂസിക്കൽ, ഫാമിലി, ഇമോഷണൽ ലവ് സ്റ്റോറിയാണ്. ഖൽബ് എന്ന ചിത്രം മുന്നോട്ട് വെക്കുന്ന കുറേ ആശയങ്ങളുണ്ട്. പേരൻറ്റിങ്ങിനെ കുറിച്ച് നൽകുന്ന കുറേ പാഠങ്ങളുണ്ട്. പ്രണയത്തിന് നൽകുന്ന കുറേ അർത്ഥതലങ്ങളുണ്ട്. ഇതിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ അറ്റ് ദ എൻഡ്, സിനിമയുടെ അവസാനം എത്തുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിലൊരു വല്ലാത്ത ഒരു അനുഭവം സമ്മാനിച്ചാണ് ഖൽബ് കടന്നു പോകുന്നത്. അത് എത്തരത്തിലുള്ളൊരു അനുഭവമാണെന്ന് നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കണ്ടറിയണം. കാരണം ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് നിരാശ അനുഭവപ്പെടില്ല. അത് പ്രാന്തൻ്റെ ഉറപ്പാണ്. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും ഈ സിനിമയെ കണക്ട് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കമൻറ്റ് ബോക്സ് ഓപ്പണാണ്, ഇവിടെ വന്ന് സംസാരിക്കാം. ചിത്രത്തിനെപ്പറ്റി ഒരു പൊതുവിവരം നിങ്ങളിലേക്ക് എത്തിക്കാം. വിജയ് ബാബു പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രം ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ 20ാമത്തെ ചിത്രമായാണ് എത്തുന്നത്. ഫ്രൈഡേ ഫിലിം ഹൗസ്, ഫ്രാഗ്നൻ്റ് നേച്ചർ എന്നിവരുടെ ബാനറിലാണ് ചിത്രം ഒരുങ്ങിയിരിക്കുന്നത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഒരു ഫൺ മാസ് എൻ്റർടൈനറായാണ് ഡയറക്ടർ ഒരുക്കിയിരിക്കുന്നത്. ആലപ്പുഴയിൽ അധികമാർക്കും കണ്ടുപരിചയമില്ലാത്ത ഒരു പരിസരം ഡയറക്ടർ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സിനിമ കണ്ടിറങ്ങിയ പലരും അത് മട്ടാഞ്ചേരിയോട് ഉപമിക്കുന്നത് കണ്ടു. പക്ഷേ അത് ആലപ്പുഴയാണെന്ന് കുറച്ച് വൈകിയാണ് ആൾക്കാർക്ക് മനസ്സിലാകുന്നത്. കാരണം അത്തരം ഒരു ഷെയ്ഡ് അല്ലെങ്കിൽ ആലപ്പുഴ അത്തരം കാഴ്ചകൾ ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ല. വളരെ കളർഫുള്ളായിട്ടാണ് ഫസ്റ്റ് ഹാഫ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. അതിൻ്റെ കളറിൽ നിന്നുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കഥാമുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അവിടെ നിങ്ങൾ ഉടക്കും. നിങ്ങളുടെ ഖൽബ് അവിടെ ഉണ്ടാകും. പ്രണയം അതെന്നും ഒരു ക്ലീശയാണ്, അല്ലെങ്കിൽ ഒരു പൈങ്കിളിയാണ്. അതിനെ എടുത്ത് ഫലിപ്പിക്കുക എന്നുള്ളത് ഒരു അസാധ്യ ടാസ്ക്കാണ്. അത് വളരെ വൃത്തിയായി ചെയ്തു വെച്ചൊരു ചിത്രമായാണ് ഖൽബ് എനിക്ക് അനുഭവപ്പെട്ടത്. എഴുത്തിലും ഡയറക്ഷനിലും അത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ഇനി സിനിമയുടെ ടെക്നിക്കൽ സൈഡിനെ പറ്റി പറയാം. കാരണം അതിനെപ്പറ്റി പറഞ്ഞില്ലെങ്കിൽ ഈ റിവ്യൂ അപൂർണമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് സിനിമാറ്റോഗ്രാഫിയാണ്. ഷാരോൺ ശ്രീനിവാസനാണ് ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രാഫി കൈകാര്യം ചെയ്തിരിക്കുന്നത്. വളരെ ബ്രില്യൻ്റാണ്. അദ്ദേഹത്തിൻ്റെ തിയേറ്ററിലെത്തുന്ന ആ ചിത്രമാണ്. പക്ഷേ പല്ലൂട്ടി എന്ന ചിത്രം അതിൻ്റെ DOPയും ഷാരോൺ തന്നെയാണ്. വളരെ ഗംഭീരമായിട്ടാണ് ഓരോ സീനും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ആലപ്പുഴ വളരെ കളർഫുള്ളായിട്ടാണ് ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്നത്. വളരെ ഗംഭീരമായിട്ട് കളർ ടോണിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ 7 സ്റ്റേജസ് ഓഫ് ലവ് കാണിക്കുന്നതിലും ആ കളർ സ്കീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് തുടങ്ങി അവസാനം എത്തുമ്പോഴേക്കും ഓരോ തലത്തിനും, പ്രണയത്തിൻ്റെ തലത്തിനും ഓരോ കളർ ടോണുകൾ ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ കളർഫുള്ള, വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫിൽ നിന്ന് ട്രാൻസിഷൻ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ വളരെ കളർഫുള്ളായിട്ട് എടുത്ത്, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എടുത്തെന്ന് വേണം പറയാൻ. അതിന് അദ്ദേഹത്തിന് കൈ കൊടുക്കണം. അതുപോലെ തന്നെയാണ് ചിത്രത്തിലെ ഫൈറ്റിംഗ് സീനുകൾ. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഷോൾഡർ റിഗിൽ എടുത്തേക്കുന്ന സീനുകളാണ് തിയേറ്റർ ഫൈറ്റുകളൊക്കെ. അതൊക്കെ വളരെ ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് വളരെ രസകരമായിട്ട് തിയേറ്ററിലിരുന്ന് ആ സൗണ്ട് എഫക്റ്റിൽ ക്യാമറ മൂവ്മെൻറ്റ്സിൻ്റെ കൂടുതൽ കാണുമ്പോൾ അറിയാണ്ട് നമ്മൾ കൈയടിക്കും. അല്ലെങ്കിൽ നായകനൊരു മാസ് അപ്പീൽ കൊടുക്കുന്നതിൽ ക്യാമറ വഹിച്ചിരിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതോട് തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു ഘടകമാണ് സിനിമയുടെ എഡിറ്റിംഗ്. അമൽ മനോജാണ് സിനിമയുടെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. ബ്രില്യൻറ്റ്. ചിത്രത്തിലെ ഞാൻ പറഞ്ഞല്ലോ 7 സ്റ്റേജ് ഓഫ് ലവ് എന്ന് പറയുന്നുണ്ട്. ഇതിലൊക്കെ ഓരോ സ്റ്റേജസ് പാസ് ചെയ്യുമ്പോഴും അത് ഫോണ്ടുകളായി വരുന്നുണ്ട്. എന്താണ് ആ സ്റ്റേജ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. ആ ഫോണ്ടുകൾ ക്രമീകരിച്ചിരിക്കുന്ന രീതി, അതുപോലെ തന്നെ തിയേറ്റർ ഫൈറ്റ് ഞാൻ പിന്നെ റെഫറൻസ് ആയിട്ട് വെക്കുകയാണ്. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ മാസ് അപ്പീൽ തരണമെങ്കിൽ ഒരു ഫൈറ്റിൻ്റെ തുടക്കം കാണിച്ചുകൊണ്ടൊരു ഷോട്ട് ചെയ്യുന്നു. അതിനുശേഷം കുറച്ച് നേരം ഒന്ന് പൗസ് ചെയ്ത് സൗണ്ടും സംതിങ് എല്ലാം ഡൗൺ ചെയ്തിട്ട് കുറച്ച് നേരം ആൾക്കാരിങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഏതെങ്കിലും ഒരു ഫ്ലോർ പൊളിച്ചോ അങ്ങനെ ഒരു എൻട്രി, വില്ലൻ്റെ തെറിച്ചു പോക്കോ ഇങ്ങനെയൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അതൊരു അഡ്രിനാലിൻ റഷ് ഉണ്ടാക്കുന്നുണ്ട്. അത് എഡിറ്റർ വളരെ കൃത്യമായിട്ട് അതൊക്കെ യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നത്. അത് എഡിറ്റിങ്ങിനെ പറ്റി എനിക്ക് അതാണ് പറയുന്നത്. വളരെ ഗംഭീരമായിട്ടാണ് സിനിമയിൽ ഉടനീളം എഡിറ്റ് ഉപയോഗിക്കുന്നത്. വളരെ ക്രിസ്പായിട്ടും ഷോർട്ടായിട്ടും ട്രിമ്മ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അധികം ലാഗുകളില്ലാതെ ഇമോഷണൽ സീനുകളിൽ നമുക്കൊരു ജമ്പ് ഫീൽ ചെയ്യാണ്ട് കൃത്യമായിട്ട് അത് കൺവേ ആക്കി തരുന്നുണ്ട് എഡിറ്ററും. പിന്നെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഖൽബ് എന്ന ചിത്രത്തിൻ്റെ ബാക്ക് ബോൺ എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു ഘടകം ഓഫ് കോഴ്സ് റൈറ്റിംഗ് ആണ്. സുഹൈൽ കോയയുടെ റൈറ്റിംഗ് ഉണ്ട്. അതിന് പുറമെ ഉള്ള മറ്റൊരു ഘടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂസിക്കാണ്. ഇറ്റ്സ് എ മ്യൂസിക്കൽ ഫിലിം.
ഒരു 20ഓളം പാട്ടുകളുണ്ട്. നിങ്ങൾ ഈ സിനിമ കണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പാട്ടുകൾ എവിടെയും കേട്ടിരിക്കുക അല്ലെങ്കിൽ ഇതൊരു പാട്ട് സീക്വൻസ് കുറച്ച് നേരം അങ്ങനെ തോന്നുന്നില്ല. നിങ്ങൾ അവരുടെ സംസാരങ്ങൾ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് പാട്ടായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. അതുപോലത്തെ ആറാറാണ് സ്കോറിങ്ങാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. വളരെ സിനിമയോട് ചേർന്ന് പോകുന്ന രീതിയിലുള്ള മ്യൂസിക്കുകളും അതിൽ കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു സിനിമ പറയുന്നൊരു സൂഫി ടച്ചുള്ള ഒരു കഥയാണ്. അല്ലെങ്കിൽ സൂഫിസത്തിൽ പറയുന്ന 7 സ്റ്റേജസ് ആണ് സിനിമയിലെ 7 സ്റ്റേജസ് ഓഫ് ലവ് എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കുന്നത്. അപ്പം ആ സൂഫിസത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് പെർക്യൂഷൻസൊക്കെ ഇതിനകത്ത് വളരെ ഗംഭീരമായിട്ട് സൗണ്ട് ചെയ്യുന്നത് നമുക്ക് കേൾക്കാം. അത് വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 മ്യൂസിക് ഡയറക്ടറാണ് സിനിമയുള്ളത്. പ്രകാശ് അലക്സ്, വിമൽ നാസർ, നിഹാൽ സാദിഖ് എന്നിവരാണ് അവർ. ഇവരുടെ 3 പേരുടെ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് കൃത്യമായി വർക്ക് ചെയ്തിട്ടുണ്ട്. 3 പേർക്ക് 3 പെർസ്പെക്റ്റീവ് ഉള്ളവരാണ്. പക്ഷെ അതെല്ലാം കമ്പൈൻ ചെയ്യുന്ന ഒരു സിനിമയിലാക്കുക, അതുതന്നെയായിരിക്കും അത്രയും തലകൾ കൂടിച്ചേർന്നതിൻ്റെ ഒരു ഭംഗിയായിരിക്കാം മ്യൂസിക്കിൽ എനിക്ക് കേൾക്കാൻ പറ്റിയത്. വളരെ ഗംഭീരമാണ്. നിങ്ങൾ നല്ലൊരു തിയേറ്ററിൽ നിങ്ങൾ ലിസൺ ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവും. അടുത്തതായി പറയാനുള്ളത് സിനിമയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് പാർട്ടാണ്. അത് സിനിമയുടെ പെർഫോമൻസ് ആണ്. ആദ്യം സിദ്ദിഖ എന്ന് തന്നെ തുടങ്ങാം. സിദ്ദിഖ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഗംഭീര ആർട്ടിസ്റ്റാണ്, അതെല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹം വളരെ എഫേർട്ട്ലെസ്ലി ഓരോ സംഭവം ചെയ്തു വെക്കുന്ന കാണുമ്പം നമുക്ക് തോന്നും നമ്മളൊന്നൊന്നുമല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാകാം, എങ്ങനെയാണെന്നറിയില്ല ആ ക്യാരക്ടറിന് അത്രയും ജീവൻ കൊടുക്കാൻ പറ്റുക എന്നൊക്കെ നമ്മൾ പറയില്ല. അത് വളരെ ഗംഭീരമാണ് അദ്ദേഹം ചെയ്തു വെച്ചേക്കുന്ന സായിപ്പ് എന്ന ക്യാരക്ടർ. അതിൽ ചില സീനുകൾ ഞാൻ 1-2 സീനുകൾ അതിന് എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ പറയാം. പോലീസ് സ്റ്റേഷനിലൊരു സീനുണ്ട്. ആ സീനിൽ അദ്ദേഹം അടി കൊണ്ടിട്ട് വെളിയിൽ വന്നിട്ടൊരു ഇമോഷൻ സാധനമുണ്ട്. എൻ്റെ മോനെ ഹി ജസ്റ്റ് കിൽഡ്, ഒന്നും പറയാനില്ല, വളരെ ഗംഭീരമാണ് അദ്ദേഹം. അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റാണ്. രണ്ടാമത് ഉള്ളത് എനിക്ക് തോന്നുന്നു ലെന. നമ്മൾ അദ്ദേഹത്തിന് ആ ടൈപ്പുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ടെങ്കിലും വളരെ ഗംഭീരമായിട്ട് ഒരു പേടിച്ചരണ്ട ഒരു സ്ത്രീ ആ ഒരു രീതിയിലാണ് ക്യാരക്ടർ പോർട്രേ ചെയ്യേണ്ടത്. അത് വളരെ ഗംഭീരമായിട്ട് തന്നെ ലെന ചെയ്തു വെച്ചിട്ടുണ്ട്. നേഹയുടെ അച്ഛനായിട്ട് ചെയ്ത ക്യാരക്ടർ എന്താ പറയുക, വളരെ ഗംഭീരം. അദ്ദേഹത്തിൻ്റെ ഇനി ട്രെൻഡിങ് ആകാൻ പോകുന്ന ഒരു വാക്കായിരിക്കും നീയോ സൗദ എന്നുള്ള ഒരു ഡയലോഗുണ്ട് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് തന്നെയാണ്, ഗ്രേ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനെ വരുന്നൊരു ക്യാരക്ടറാണ്. ബട്ട് പുള്ളി എനിക്ക് തോന്നുന്നു ആ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലൊക്കെ വളരെ കുറച്ച് സീനിലേ വരുന്നുള്ളൂ. ഫസ്റ്റ് ഹാഫിൽ ഒറ്റ സീനിലും കണ്ടാണ് എനിക്ക് വരുന്നതെന്ന് തോന്നുന്നു. ആ ഒറ്റ സീനിൽ നിന്ന് നമുക്ക് ആ വീടിൻ്റെ അവസ്ഥ മനസ്സിലാവും. അത്രയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ആ മനുഷ്യൻ ആ സീനിൽ. വളരെ കുറച്ച് ഡയലോഗുള്ളൂ, പക്ഷേ അദ്ദേഹം വരുമ്പം ഇന്ന പോലെ ഒരു അച്ഛൻ ഈ വീട്ടിലുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ് ആ വീട് അങ്ങനെ, എന്തുകൊണ്ടാണ് നേഹർ ചെയ്യുന്ന തുമ്പി എന്ന ക്യാരക്ടർ ഇങ്ങനെ ആയത്, ഇതെല്ലാം കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒറ്റ പ്രസൻസിൽ നമുക്ക് മനസ്സിലാവും. സോ അദ്ദേഹം ജസ്റ്റ് ബ്രില്യൻ്റ് ആണ്. ആഷിഖ് ഖാലിദ് എന്നാണ് ആ ആക്ടറിൻ്റെ പേര്. പിന്നെ ഉള്ളവരെല്ലാം എനിക്ക് തോന്നുന്നു റിലേറ്റബിളി വളരെ പുതുമുഖങ്ങളാണ്. രഞ്ജിത്ത്, നേഹ, ഇവരാണ് ഹീറോയിൻ ടൈറ്റിൽ ക്യാരക്ടർ അല്ലെങ്കിൽ ചെയ്തിരിക്കുന്നത്. വളരെ ഗംഭീരമായിട്ട് നേഹയും രഞ്ജിത്തും കൈകാര്യം ചെയ്തിട്ടുണ്ട് അവരുടെ സീക്വൻസൊക്കെ. എനിക്ക് തോന്നുന്നു ആ ലവ്, ആ ഇമോഷൻസ് നമ്മളിലേക്ക് കൺവേ ചെയ്യാൻ ഏറ്റവും കൂടുതൽ അവരാണ് അതിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. അത് വർക്കാണെങ്കിലും അവരുടെ ആ പെർഫോമൻസ് വർക്കാവണം. എനിക്ക് തോന്നുന്നു വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മഴയത്തുള്ളൊരു സീനുണ്ട്. ഇവരുടെ ഒരു എന്താണ് ചിൽ ഔട്ട് സ്പേസ് ഉണ്ട്. അവിടെ ഒരു മഴ പെയ്യുമ്പോഴൊരു സീക്വൻസ്, രണ്ടുപേരുടെയും കോംബോ എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ്. അതുപോലെ തന്നെ ഈ സിദ്ദിഖയുടെ പോലീസ് റൂം അവിടെ നടക്കുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞു, അവിടെ നേഹയുടെ പെർഫോമൻസ് ജസ്റ്റ് കില്ലിംഗ് ആണ്. ഷീ നെയിൽഡ് ഇറ്റ്. രഞ്ജിത്ത് അവസാനത്തിലേക്കൊക്കെ വരുമ്പോൾ രഞ്ജിത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ഒറ്റയ്ക്ക് നിന്നിട്ടാണ് ഈ സംഭവം കൊണ്ടുപോകുന്നത്. ബ്രോ നമുക്ക് ആ സാധനം കിട്ടും. ഒരു ന്യൂക്കമ്മർ എന്നതിനപ്പുറം ആർട്ടിസ്റ്റായിട്ട് എത്രമാത്രം മാറി അല്ലെങ്കിൽ ഒരു ക്യാരക്ടറായി എത്രത്തോളം ഇന്നായി നമ്മളെ കാണിച്ചിരുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വളർന്നിട്ടുണ്ട്. വളരെ ഗംഭീരമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. പിന്നെ നോക്കുവാണെങ്കിൽ ഒരുവിധം നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ആളുകളാണ്, ഇൻഫ്ലുവൻസേഴ്സാണ്. ചൂരലുണ്ട്, കാർത്തിക് ശങ്കറുണ്ട്, എനിക്ക് തോന്നുന്നു കടൽ മച്ചാനുണ്ട്, ബോയ് നമ്മുടെ സനൂപുണ്ട്, അബു സലീമുണ്ട്. ഇവരൊക്കെ
ഒക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ അവതരിപ്പിച്ചു. എനിക്ക് അബു സലീമൊക്കെ ഒരു നെഗറ്റീവ് റോളിൽ വന്ന് പോകുന്ന ഒരാളാണ്. ഭയങ്കര രസമായിട്ട് ആ ഫൈറ്റ് കൊറിയോയിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രേസ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ലുക്കാണ് അയാളുടെ സെല്ലിംഗ് പോയിൻ്റ്. അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ഡയറക്ടർക്ക് സാധിച്ചിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇവരൊക്കെ എനിക്കിതൊക്കെ നോക്കുമ്പോഴും എന്നെ ഏറ്റവും അതിശയിപ്പിച്ച കാര്യം, ഇവരൊക്കെ എങ്ങനെയാണ് സായിദൊക്കെ ഇത്ര പ്രോപ്പറായിട്ട് സ്റ്റേജ് ചെയ്യുക എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, ഇവരിൽ നിന്നും അവർക്ക് വേണ്ട കാര്യങ്ങൾ എടുക്കുക എന്നുള്ളത്, അത് അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വളരെ ഗംഭീരമായിട്ട് ഈ ആർട്ടിസ്റ്റുകളൊക്കെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സായിദ് യാഹ്യ എന്ന സംവിധായകന് സാധിച്ചിട്ടുണ്ട്. ഖൽബ് എന്ന ചിത്രത്തിലൂടെ അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുമുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഈ ആഴ്ച കണ്ടിരിക്കാവുന്ന ഒരു നല്ല ചിത്രമായിട്ടാണ് എനിക്ക് ഖൽബ് അനുഭവപ്പെട്ടത്. ഒരുപാട് വലിയ ചിത്രങ്ങൾ ഇറങ്ങുന്ന ഈ സമയത്ത് ഒരു ചെറിയ ചിത്രമാണ്. അപ്പം അതിൻ്റെ ഒരു അക്സെപ്റ്റൻസ് ആദ്യ ദിവസങ്ങളിൽ വളരെ കുറവാണ്. അപ്പം എനിക്ക് തോന്നുന്നത് നിങ്ങൾ റിവ്യൂസ് ആണെങ്കിലും വളരെ കുറച്ചാണ്. കാരണം അതിലേക്ക് എത്തി വരുന്നുള്ളൂ ആളുകൾ. നമുക്ക് ഷുവറായിട്ട് നിങ്ങൾക്ക് അഷ്വർ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ സിനിമ കണ്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ഈ സിനിമ കൊള്ളാം എന്ന് നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ വായിലും വരും. അതുതന്നെയാണ് ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ ഞാനൊരു ചിത്രം കാണുകയാണെങ്കിലും എനിക്കത് ഫീൽ ചെയ്യേണ്ടത്. കാരണം ആ ചിത്രം ഇമോഷണലി നമ്മളെ കണക്റ്റ് ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ ആ ചിത്രത്തിലെ ക്യാരക്ടറിനൊപ്പം ഞാൻ ട്രാവൽ ചെയ്തു. ആ ഒരു പോയിന്റിലാണ് ആ ചിത്രം എനിക്ക് ഏറ്റവും കൂടുതൽ എൻജോയബിളായി, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് പറയാൻ തോന്നുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ചിത്രം. പറഞ്ഞതുപോലെ തന്നെ പ്രേക്ഷകരാണ് ഇനി തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ മുമ്പിൽ ചിത്രം എത്തിയിട്ടുണ്ട്, നിങ്ങൾ പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഈ റിവ്യൂവിൻ്റെ ഇടയിൽ വന്ന് കുറിക്കുക. അത് നമ്മൾ കൈ നീട്ടി സ്വീകരിക്കുന്നതായിരിക്കും. ചിത്രം കണ്ടവരാണ് നിങ്ങളെങ്കിൽ ചിത്രത്തെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റ് നല്ലൊരു ചിത്രവുമായി വീണ്ടും കാണും വരെ ടാറ്റാ.